ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു അസിൻക്രണസ് പ്രോഗ്രാമിംഗ്, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാലേ. അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ഒന്നുമല്ല, ജാവാസ്ക്രിപ്റ്റ് ഒരു സിംഗിൾ ത്രെഡഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് അവിടെ ഒരു ബ്ലോക്ക് വരാതെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ഉള്ളത്. അപ്പൊ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഫസ്റ്റും ബേസിക് മെത്തേഡ് കോൾ ബാക്ക് ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാവാസ്ക്രിപ്റ്റിലെ അസിൻക്രണസ് പ്രോഗ്രാമിംഗിന്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുക കേട്ടോ. ഇതൊരു കണ്ടിന്യൂഷൻ പോലെയാണ്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഡ്രോബാക്ക് ആയിരുന്നു അല്ലെ. അതായത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് വന്നു കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുവാണ്, സിമ്പിൾ ആയിട്ടൊരു സേവും അപ്ഡേറ്റും ഡിലീറ്റും ഉള്ള ഒരു മാസ്റ്റർ മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിൽ നിങ്ങൾ ആദ്യം ഒരു ഡാറ്റ സേവ് ചെയ്തു, ഡാറ്റാബേസിൽ കൊണ്ടുപോയി അജാക്സ് റിക്വസ്റ്റോ അല്ലെങ്കിൽ API റിക്വസ്റ്റ് ചെയ്തിട്ട്, ഇനി രണ്ടാമത് നിങ്ങൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 2-3 ചെക്കിങ് ഇതിന് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചു. ഈ 3 ചെക്കിങ്ങും ഒരു API കോൾ വേണം. അപ്പോൾ നമ്മൾ ആദ്യം അജാക്സ് പോകും, അവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ റിസൾട്ടിൽ മറ്റൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ, അതിന്റെയും റിസൾട്ടിൽ, അങ്ങനെ ഫൈനലി ഇതെല്ലാം ഓക്കെ ആവുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഫംഗ്ഷൻ. ഇതുമാണ് ആ ഒരു സിനാരിയോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ മൾട്ടിപ്പിൾ കോൾ ബാക്ക് ഫംഗ്ഷൻസ് വന്നു കഴിയുമ്പോൾ നാലൊരു ദിവസം നമ്മൾ തന്നെ നമ്മുടെ കോഡ് എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആകാത്ത അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട്, അത്രയും കോംപ്ലക്സ് ആയിട്ട് നമ്മുടെ കോഡ് മാറും അല്ലെ. അതാണ് കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതൊരു ചെയിൻ ക്രിയേറ്റ് ചെയ്യും. ഈ ചെയിൻ നമ്മുടെ കോഡിന്റെ റീഡബിലിറ്റി കുറയ്ക്കും. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രോമിസസ്. എഗെയിൻ ജാവാസ്ക്രിപ്റ്റിൽ അസിൻക്രണസ് ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് പ്രോമിസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോമിസ് എന്താന്ന് നോക്കിയാലോ. ജാവാസ്ക്രിപ്റ്റില് പ്രോമിസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് വീഡിയോസിൽ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്താന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലെ. ഇവിടെയും ഈ ഫംഗ്ഷനും ഒരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യുന്ന ഒരു നോർമൽ JS ഫംഗ്ഷൻ എഴുതാം. ഇതിന്റെ അകത്താണ് ഞാൻ അസിൻക്രണസ് ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്തത് അല്ലെ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൾ ബാക്ക് യൂസ് ചെയ്തിട്ട് അസിൻക്രണസ് ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു പ്രോമിസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ പ്രോമിസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണ്. ഇതൊരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും എന്ത് വേണം? ന്യൂ കീവേഡ് വേണം അല്ലെ. ഇതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോമിസ് കൺസ്ട്രക്ടർ. ഇനി ഇതിന് ഒരു പാരാമീറ്ററേ ഉള്ളൂ. അതൊരു നോർമൽ ഫംഗ്ഷൻ ആണ്, JSന്റെ ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് അനോണിമസ് ഫംഗ്ഷനോ ആരോ ഫംഗ്ഷനോ എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ കൂടുതലും കോഡ് ഷോർട്ടർ ആവാൻ വേണ്ടിയിട്ട് ആരോ ഫംഗ്ഷൻ ആണല്ലേ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ആരോ ഫംഗ്ഷൻ ആണ് എഴുതാൻ പോകുന്നത്. ഈ ആരോ ഫംഗ്ഷനെ ബേസിക്കലി എക്സിക്യൂട്ടർ ഫംഗ്ഷൻ എന്നാട്ടോ പ്രോമിസിൽ വിളിക്കുക. അതായത് പ്രോമിസ് മെത്തേഡിന്റെ ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു പാരാമീറ്ററിനെ എക്സിക്യൂട്ടർ ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് ആദ്യം ഒരു എക്സിക്യൂട്ടർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി അഗെയിൻ ഈ പ്രോമിസ് മെത്തേഡിൽ എക്സിക്യൂട്ടർ ഫംഗ്ഷന് രണ്ട് പാരാമീറ്റർ ഉണ്ട്. അതിനെ നമ്മൾ റിസോൾവും റിജക്റ്റും എന്ന് പറയാം. ഇനി എന്താണ് ഈ റിസോൾവ്, എന്താണ് ഈ റിജക്റ്റ്? അതിനു മുന്നേ ഈ പ്രോമിസ് ഫംഗ്ഷന് 3 സ്റ്റേറ്റ് ഉണ്ട്. പെൻഡിങ് സ്റ്റേറ്റ്, ഫുൾഫിൽഡ് സ്റ്റേറ്റ്, റിജക്റ്റഡ് സ്റ്റേറ്റ്. പെൻഡിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്പറേഷൻ. അതായത് നമ്മൾ ഈ API റിക്വസ്റ്റ് ഒക്കെ നമ്മൾ ഈ പ്രോമിസ് കൺസ്ട്രക്ടറിന്റെ ഉള്ളിലാണ് ഈ അസിൻക്രണസ് ഓപ്പറേഷൻ എഴുതുന്നത്. അപ്പം സക്സസ് ആകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഫെയിലർ ആകുന്നതിന് മുന്നേ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ്, അസിൻക്രണസ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്റ്റേറ്റ്, ഇത് സക്സസ് ആയി കഴിയുമ്പോൾ ഇത് ഫുൾഫിൽഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഓപ്പറേഷൻ ഫെയിലർ ആവുകയാണെങ്കിൽ അത് റിജക്റ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ ഈ പ്രോമിസസിന്റെ പെൻഡിങ് സ്റ്റേറ്റിൽ നിന്ന് അതിന്റെ ഫുൾഫിൽഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ കൊണ്ടുവരുന്നത് റിസോൾവ് യൂസ് ചെയ്തിട്ടാണ്. പെൻഡിങ്ങിൽ നിന്ന് ഫെയിൽഡ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ ആണ് വരുന്നതെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് റിജക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം റിസോൾവും റിജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഫങ്ഷൻസ് ആണ്. ഇത് നമ്മുടെ അസിൻക്രണസ് ഓപ്പറേഷൻ സക്സസ് ആവുന്ന സമയത്ത് റിസോൾവ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അസിൻക്രണസ് ഓപ്പറേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ റിജക്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു.
കൺഫ്യൂഷൻ ആയെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇതിന്റെ അകത്താണ് അസിൻക്രണസ് ഓപ്പറേഷൻ എഴുതുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സെയിം അസിൻക്രണസ് ഓപ്പറേഷൻ, അതായത് നമ്മൾ സെറ്റ് അമൗണ്ട് ഫംഗ്ഷൻ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെ API റിക്വസ്റ്റോ അല്ലെങ്കിൽ ഫയൽ റീഡിങ്ങോ എന്താണോ അസിൻക്രണസ് ഉള്ളത് അത് ചെയ്യുക. ഞാൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ടൈം ഔട്ട് ഫംഗ്ഷൻ ആണ് എടുക്കുന്നത്. ടൈം ഔട്ട് ഫംഗ്ഷൻ ഒന്നും നമുക്കിനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി 2 പാരാമീറ്റർ ആണ് ആ ഒരു ഫംഗ്ഷനും ഡിലേയും. ഡിലേ ഞാൻ 2 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിന്റെ അകത്ത് API റിക്വസ്റ്റ് ഒന്നും പോവാതെ ഡയറക്റ്റ് ആയിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഡാറ്റ റിട്ടേൺ ചെയ്യുവാണ്. ഒരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് യൂസറിന് കൊടുക്കാം. യൂസറിന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ID കൊടുക്കുന്നു, നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഈ സക്സസ് റിട്ടേൺ ചെയ്യണം അല്ലേ. അപ്പൊ അതായത് പെൻഡിങ് സ്റ്റേറ്റിൽ നിന്ന് ഇതിനെ നമ്മൾ ഫുൾഫിൽഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യണം. അതിനാണ് റിസോൾവ് ഫംഗ്ഷൻ. അപ്പൊ റിസോൾവ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഇനി ഓപ്ഷണൽ ആയിട്ട് ഇനി ഇതിന്റെ പാരാമീറ്റേഴ്സിൽ വരുമ്പോൾ ഓപ്ഷണലാണ്. നമുക്ക് എന്തെങ്കിലും ഡാറ്റ പാസ് ചെയ്യാനുണ്ടെങ്കിൽ സ്ട്രിങ്ങോ ഒബ്ജക്റ്റോ എന്താണോ നമുക്ക് പാസ് ചെയ്യാനുള്ളത് അത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ ഈ റിട്ടേൺ ചെയ്യേണ്ട യൂസറിന്റെ ഡാറ്റയാണ്, ഒബ്ജക്റ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും ഒരു അജാക്സ് റിക്വസ്റ്റ് പോയിട്ട് അത് ഫെയിലർ ആയെന്ന് വിചാരിച്ചു. എങ്കിൽ റിജക്റ്റിനെ കോൾ ചെയ്തിട്ട് ഇത് എഗെയിൻ നമുക്ക് സ്ട്രിങ്ങോ അല്ലെങ്കിൽ എറർ മെസ്സേജോ എന്താണോ പാസ് ചെയ്യാനുള്ളത് അതിനെ പാസ് ചെയ്യാം. അപ്പൊ നമ്മൾ പ്രോമിസസിന്റെ ഒബ്ജക്റ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫെച്ച് ഡാറ്റ ഫംഗ്ഷൻ ഈ പ്രോമിസ് മെത്തേഡിന് റിട്ടേൺ ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ ഫംഗ്ഷന് പുറത്ത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഫെച്ച് ഡാറ്റ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ ജാവാസ്ക്രിപ്റ്റിന്റെ. സോ അതിനെ കോൾ ചെയ്തു. ഇനി ഫെച്ച് ഡാറ്റ റിട്ടേൺ ചെയ്യുന്നത് പ്രോമിസ് മെത്തേഡിന്റെ ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഒബ്ജക്റ്റ് ആണ്. അത് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴാണ് അത് റിട്ടേൺ ചെയ്യുന്നത്? അതിന്റെ ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ വരുമ്പം ഏതർ സക്സസിലേക്ക് ഓർ ഫെയിലറിലേക്ക്. അപ്പൊ നമ്മളിവിടെ റിസോൾവ് ആയതുകൊണ്ട് ഇത് സക്സസ് ആണ്. അപ്പം ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ ഡോട്ട് ദെൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി ഫുൾഫിൽഡ് സ്റ്റേറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഡെൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഡെൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അതായത് റിസോൾവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ലേ, അത് ഈ ഡെന്നിലേക്കാണ് വരുന്നത്. ആ ആർഗ്യുമെന്റ് നമ്മൾ എന്താണോ റിസോൾവ് പാസ് ചെയ്തത് അത് ഈ ഡെൻ മെത്തേഡ് റിസീവ് ചെയ്തിട്ട് അത് പിന്നെ നമുക്ക് കൺസോളിലേക്ക് റൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്താണോ ചെയ്യാനുള്ളത്, ഇപ്പൊ ഒരു ബാക്ക് എൻഡിൽ നിന്ന് ഒരു ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു ടേബിളിൽ കാണിക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട ഓപ്പറേഷൻ ഈ ദെന്നിലാണ് എഴുതേണ്ടത്. അസിൻക്രണസ് ഓപ്പറേഷന്റെ റിസൾട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ഹാൻഡിൽ ചെയ്യേണ്ടത് അത് ഈ ദെന്നിൽ കൊടുക്കുക. അഗെയിൻ ഇതിന്റെ ആർഗ്യുമെന്റ് ഒരു ആരോ ഫംഗ്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റിസോൾവ് മെത്തേഡ് പാസ് ചെയ്യുന്നത് ഇതിൽ പാരാമീറ്റർ ആയിട്ട് വരും. ആ ഡാറ്റയാണ് ഇവിടെ റിസീവ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? കൺസോളിലേക്ക് ഈ ഡാറ്റനെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്യാം. അപ്പൊ സക്സസ് സ്റ്റേറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു അല്ലെ. അതായത് അസിൻക്രണസ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു, സക്സസ് ആണ്, റിസോൾവിനെ കോൾ ചെയ്തു, ദെൻ വന്നു, ദെന്നിനെ എക്സിക്യൂട്ട് ചെയ്യും, അത് കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്, ഡാറ്റ വന്നു, ഡാറ്റ സക്സസ്ഫുൾ ആയിട്ട് റിസീവ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കേസ് കൊണ്ട് ഈ അസിൻക്രണസ് ഓപ്പറേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ അടുത്ത കോൾ ബാക്ക് ഫംഗ്ഷൻ ക്യാച്ചിനെയാണ് കോൾ ചെയ്യുന്നത്. എഗെയിൻ ഇതൊരു ആരോ ഫംഗ്ഷൻ ആയിരിക്കും ഇതിന്റെ ആർഗ്യുമെന്റ്. ആ റിജക്റ്റ് പാസ് ചെയ്യുന്നത് എററോ സ്ട്രിങ്ങോ എന്താണോ, എഗെയിൻ നമുക്ക് ഈ എറർ മെസ്സേജിനെ ഒന്ന് കൺസോൾ ചെയ്യും. നമ്മൾ റിസോൾവിന് മാത്രമേ ഇവിടെ കോൾ ചെയ്തിട്ടുള്ളൂ, റിജക്റ്റിനെ കോൾ ചെയ്തിട്ടില്ല. അത് ഞാൻ അടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാലോ. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഡാറ്റ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ആദ്യം പ്രോമിസ് കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിന്റെ പാരാമീറ്റർ ഒരു എക്സിക്യൂട്ടർ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഒരു നോർമൽ ആരോ ഫംഗ്ഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഫംഗ്ഷന് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് 2 ഫംഗ്ഷൻസ് ആണ്, റിസോൾവും റിജക്റ്റും. അപ്പം ഈ പ്രോമിസ് കൺസ്ട്രക്ടറിന് 3 സ്റ്റേറ്റ് ഉണ്ട്: പെൻഡിങ്, ഫുൾഫിൽഡ്, റിജക്റ്റഡ്. അപ്പം ആദ്യം ഇത് ഒരു പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പം അതിന് ഫുൾഫിൽഡിലേക്കുള്ള ട്രാൻസിഷൻ വരുന്നത് റിസോൾവ് മെത്തേഡിനെ കോൾ ചെയ്തിട്ടാണ്. അതായത് അസിൻക്രണസ് ഓപ്പറേഷൻ നമ്മൾ ഈ പ്രോമിസസിന്റെ ഉള്ളിൽ എഴുതും, അത് സക്സസ് ആവുമ്പം റിസോൾവിനെ കോൾ ചെയ്യും. ഇനി എന്തെങ്കിലും ഒരു ഫെയിലർ ആവുകയാണെങ്കിൽ റിജക്ട് ഫംഗ്ഷനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഇനി റിസോൾവിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോൾ ബാക്ക് ഫംഗ്ഷൻ ദെൻ ആണ്. ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിന് ചെയിനായിട്ട് ദെൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു.
ദെന്നിന്റെ അകത്ത് എഗൈൻ അതിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു ആരോ ഫംഗ്ഷൻ ആണ്. ഇവിടെ റിസോൾവും പാസ് ചെയ്യുന്ന ഡാറ്റനെ റിസീവ് ചെയ്യുന്നു. ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. ഇനി ഇനി എന്തെങ്കിലും ഞാൻ ഇനിയിപ്പോ നെക്സ്റ്റ് മാനുവലി ഇതിനെ ഒന്ന് റിജക്ട് ചെയ്യുക കേട്ടോ. ഇപ്പൊ അജാക്സ് റിക്വസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായേനെ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ API റിക്വസ്റ്റ് വെച്ചിട്ട് സെയിം എക്സാമ്പിൾ കാണിച്ചു തരാം. ഇറർ വൈൽ ഫെച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അഗെയിൻ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അഗെയിൻ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ആ എറർ മെസ്സേജ് കൺസോളിൽ വന്നിട്ടുണ്ട്. പർപ്പസ്ഫുള്ളി നമ്മൾ ഇവിടെ ഇതിനെ റിജക്ട് ചെയ്യുക ചെയ്തത്, ഫെയിൽ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോമിസ് മെത്തേഡ്. കോൾ ബാക്ക് ഫംഗ്ഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലേ. അതായത് കോൾ ബാക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലായിരുന്നു നമ്മൾ ഈ ക്യാച്ചും ദെന്നും എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ മൾട്ടിപ്പിൾ വരുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആവും. അതിന് പകരം ഫംഗ്ഷൻ കോളിൽ ഇതിന്റെ സക്സസിനെയും അതുപോലെ എറർ സ്റ്റേറ്റിനെയും ഹാൻഡിൽ ചെയ്യാം. കോഡ് കുറച്ചും കൂടെ റീഡബിലിറ്റി ഇൻക്രീസ് ആയില്ലേ. ഇനി ഇത് കൂടാതെ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, അസിങ്കും അവൈറ്റും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ ഇതുപോലെ ഹാൻഡിൽ ചെയ്യേണ്ട ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.